നന്മ 24 ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ സ്വാഗതം. തൃക്കാക്കരയിൽ നാച്ചുറൽ ഫുട്ബോൾ ടർഫ് ഒരുങ്ങി. അതും ആ പ്രദേശത്തുള്ള തുതിയൂർ പ്രദേശത്തുള്ള 18 വയസ്സിൽ താഴെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യമായി കളിക്കാനുള്ള സൗകര്യമാണ് CSC ക്ലബ്ബ് ഒരുക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം കൊച്ചിക്കാരായ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മിന്നും താരങ്ങളാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. മഞ്ഞക്കോട്ടയുടെ മധ്യനിരയിൽ അവതരിച്ചവൻ, മരണം പതിയിരിക്കുന്ന ഘോരവനങ്ങളിൽ ചീറിപ്പായുന്ന വരയൻ പുലികൾക്ക് അന്തകനാകാൻ അവതാരമെടുത്തവനെ പോലെ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ എതിർ മുന്നേറ്റ നിരക്ക് കെണിയൊരുക്കി കാത്തിരിക്കുന്ന ദി സൈലന്റ് കില്ലർ എന്ന് മഞ്ഞപ്പട പേരിട്ട് വിളിക്കുന്ന സാക്ഷാൽ വിപിൻ മോഹൻ നമുക്ക് സ്വാഗതം ചെയ്യാം തുതിയൂരിന്റെ മണ്ണിലേക്ക്. ആരാ ഉദ്ഘാടനത്തിന് വന്നത്? ബിപിൻ. അവര് ഏത് ടീമിന്റെ ആൾക്കാരാ? കേരള ബ്ലാസ്റ്റേഴ്സ്. നേരിട്ട് കണ്ടോ മോൻ? കണ്ടോ? എങ്ങനെ ഉണ്ടാള്? അടിപൊളിയാണോ? ഈ മഹനീയ മുഹൂർത്തത്തിൽ എറണാകുളം MP IB ഈഡൻ, തൃക്കാക്കര MLA ഉമാ തോമസ്, തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണി പിള്ള, തൃക്കാക്കര നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നൌഷാദ് പല്ലച്ചി, മറ്റ് വാർഡ് കൗൺസിലർമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, കലാ സാംസ്കാരിക രംഗങ്ങളിലെ പ്രതിനിധികൾ, അതുപോലെ തന്നെ ക്ലബിന്റെ ഭാരവാഹികൾ തുടങ്ങിയവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു. നമ്മുടെ നാട്ടിൽ കളിക്കളങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എല്ലാ ദിവസവും കയ്യേറ്റങ്ങളും ഫ്ലാറ്റ് നിർമ്മാണവും ഒക്കെ തകൃതിയായി നടക്കുന്ന ഒരു നാട്ടിൽ ഒരു ജനങ്ങളുടെ മനസ്സറിഞ്ഞ് ഒരു ഇഞ്ച് ഭൂമിക്ക് വേണ്ടി സഹോദരങ്ങളുമായി തല്ലുകൂടുന്ന ഈ കാലഘട്ടത്തിൽ 37 സെന്റ് സ്ഥലം സൗജന്യമായി ഈ കളിക്കളത്തിന് വേണ്ടി വിട്ടു നൽകിയ പ്രിയപ്പെട്ട സോജന ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു നാടിൻ്റെ സാംസ്കാരിക മുഖം ഉയർത്തിപ്പിടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് വായനശാല. CSCയുടെ ചരിത്രം ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു കാലഘട്ടത്തിൽ ഗ്രാമീണ മേഖലയിൽ ചെറുപ്പക്കാരുടെ യൂത്ത് എനർജി ചാനലൈസ് ചെയ്യുന്നതിൽ സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബ്ബുകൾ, വായനശാലകൾ വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വളരെ വലുതാണ്. ആ കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ ആശ്രയിച്ചിരുന്ന ഒരു സ്ഥാപനം ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കളിക്കളത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിൽ വലിയ വിജയം കൈവരിച്ചു എന്ന് മാത്രമല്ല, സിന്തറ്റിക് ടർഫുകൾ, ആർട്ടിഫിഷ്യൽ ടർഫുകൾ വരുന്ന ഈ കാലഘട്ടത്തിൽ ഒരു സ്വാഭാവികത നിലനിർത്തി പുല്ല് നിർമ്മിച്ചു കൊണ്ടിട്ടുള്ള നാച്ചുറൽ ടർഫിൽ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക്, ഇവിടുത്തെ കായിക പ്രേമികൾക്ക് കളിക്കാനുള്ള ഒരവസരം. ഈ കാലഘട്ടത്തിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ എല്ലാം നമ്മൾ വലിയ നിലപാട് സ്വീകരിക്കുമ്പോൾ ആ യൂത്ത് എനർജി സ്പോർട്സിലൂടെ ചാനലൈസ് ചെയ്യണമെന്ന ഏറ്റവും വലിയ സന്ദേശം നൽകിയ CSCയുടെ മുഴുവൻ ഭാരവാഹികളെ ഞാൻ പ്രത്യേകം ഈ അവസരത്തിൽ അഭിനന്ദിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു കളിക്കളം എൻ്റെ വലിയ സ്വപ്നം തന്നെയായിരുന്നു. തൃക്കാക്കരയിൽ ഒരു കളിക്കളത്തിന് വേണ്ടി, അതായത് മൾട്ടി സ്പോർട്സ് കോംപ്ലക്സിന് വേണ്ടിയിട്ട് നമുക്ക് 3 കോടി രൂപ അനുവദിച്ച് കിട്ടിയിട്ട് അതൊന്ന് പ്രയോജനപ്പെടുത്താൻ ഒരു സ്ഥലം കിട്ടാതെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ച് മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിലേക്ക് ഒതുങ്ങി. അവിടെയെങ്കിലും ഇത് പ്രാവർത്തികമാക്കാൻ സാധിക്കുമോ എന്നുള്ള വ്യഗ്രതയിലാണ് ഞാനും ഇപ്പോൾ. സത്യത്തിൽ ഒരുപാട് സന്തോഷമുണ്ട്. നമ്മളുടെ കുട്ടികൾക്കൊക്കെ കളിക്കാനായിട്ട്, അതും നാച്ചുറലായിട്ടുള്ള സിന്തറ്റിക് ട്രാക്ക് അല്ലാതെ നല്ല കറുകപ്പുല്ല് വെച്ച് പിടിപ്പിച്ച് ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടെന്നറിയാം. പക്ഷേ ഈ വായനശാലയിലെ കുട്ടികളെല്ലാവരും ഇതിൽ നല്ല രീതിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇതിൽ കിളപറിക്കാനായിട്ട്, അല്ലെങ്കിൽ അല്ലാത്ത പുല്ല് വളരുമ്പോൾ
അതിനെ മാറ്റം ചെയ്യാനായിട്ടൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ഈ കളിക്കളം കണ്ട് ഇന്നലെ തന്നെ ഞാനൊന്ന് വന്ന് കണ്ടു. ഒരു കളിക്കളം ഉദ്ഘാടനം എന്ന് പറയുമ്പോൾ തന്നെ വലിയ ആഗ്രഹമായിരുന്നു കാണണം എന്ന് തന്നെ. ഇന്നലെ തന്നെ ഞാൻ വന്ന് കാണുകയൊക്കെ ഉണ്ടായി. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ പണ്ട് കാലങ്ങളിൽ പാടത്ത് കൃഷി കഴിയുമ്പം ആ ഉണങ്ങിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഫുട്ബോൾ കളിച്ച് ആ കാലഘട്ടമൊക്കെ മാറി ഒരിടത്തും കളിക്കാൻ ഒരിടമില്ലാത്ത സാഹചര്യത്തിലാണ് നമ്മുടെ കൊച്ചുകുട്ടികളൊക്കെ വളരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം നമ്മളെല്ലാം ടെറഫ് രീതിയിലോട്ട് വളർന്നു. പക്ഷെ നമ്മുടെ തുതിയൂരല്ലാതെ ബാക്കി എല്ലാ വാർഡുകളിലും ഇന്ന് ടെറഫ് ഉണ്ടായിരുന്നു. നമുക്ക് മാത്രം അതിനുള്ള സൗകര്യം പോലും ഇല്ലാതിരുന്നൊരു സമയത്താണ് നമ്മുടെ സോജൻ നമുക്ക് വേണ്ടി എന്തായാലും ഈ ഇത്രയും കണ്ണായ സ്ഥലം ഇവിടെ അനുവദിച്ച് തരികയും നമ്മുടെ CSC ക്ലബ്ബ് അതിൻ്റെ ഭാരവാഹികൾ കുറേ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ഈ നിലയിൽ ഇതാക്കാൻ സാധിച്ചത്. ഗ്രാമീണ തനിമയുള്ള ഒരു ടർഫ് തുതിയൂർ പ്രദേശത്ത് ഇന്ന് രൂപമെടുക്കുന്നു. അതിന് CSC ക്ലബ്ബ് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളത് തൃക്കാക്കര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമാണ്. ഏതായാലും ഈ CSC ക്ലബ്ബ് മറ്റ് സമൂഹത്തിലെ മറ്റു ക്ലബ്ബുകൾക്കും അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക സംഘടനകൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ സാധാരണക്കാരിൽ സാധാരണക്കാർ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ് ഈ തുതിയൂർ പ്രദേശം. അവിടെ ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്, സമയത്താണ് ഇതുപോലെയുള്ള ക്ലബ്ബുകൾ മുന്നിട്ടിറങ്ങി കുട്ടികൾക്ക് കളിച്ചു വളരാനുള്ള സൗകര്യം ഒരുക്കുക. എങ്ങനെയുണ്ടാ ഗ്രൗണ്ട്? എങ്ങനെയുണ്ടാ? അടിപൊളിയാണോ? കളിച്ചു വന്നിട്ട് ഈ കൂടെയുള്ള ആരൊക്കെ കൂട്ടുകാരാണോ? നമസ്കാരം, ഞാൻ ബാബു ആന്റണി. 1984 രൂപീകൃതമായ CSC ക്ലബിൻ്റെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഏറെ സന്തോഷമുണ്ട്. തുതിയൂരിനെ കുറിച്ച് നിങ്ങൾക്ക് ഞങ്ങൾ പറയാതെ തന്നെ അറിയാം. മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങൾ പൊതുവിൽ എത്തിച്ചേരാത്ത തീർത്തും ഗ്രാമപ്രദേശമാണ് തുതിയൂർ. ഈ അടുത്താണ് ഞങ്ങൾക്കൊരു വെൽനസ് സെൻറ്റർ ഇവിടെ അനുവദിക്കപ്പെട്ടത്, അതും 2 ആഴ്ച മുമ്പായിട്ട്. ഇവിടെ സ്ഥലവില വർദ്ധിച്ചപ്പോൾ കുട്ടികൾക്ക് കളിക്കാനായിട്ടുള്ള ഗ്രൗണ്ടുകളും അതുപോലെ തന്നെ പാടങ്ങളെല്ലാം നികത്തിപ്പോയപ്പോൾ അതിൻ്റെ സാധ്യതകളെല്ലാം നഷ്ടപ്പെട്ടു. ഈ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശമായതിൻ്റെ പേരിൽ തന്നെ സമീപ പ്രദേശത്തുള്ള ടർഫുകളെ എല്ലാവരും ആശ്രയിച്ചപ്പോൾ ഞങ്ങളുടെ കുട്ടികൾക്ക് അതിനെ ആശ്രയിക്കാനായിട്ടുള്ള സ്ഥിതിയില്ല. കാരണം സാമ്പത്തികം വലിയ പരാധീനതയിൽ നിൽക്കുന്ന ഒരു പ്രദേശമായതിനാൽ ഞങ്ങളുടെ കുട്ടികളെല്ലാം കളി പുറത്തുനിന്ന് കാണുന്ന കാഴ്ചക്കാരായിട്ട് മാറിയപ്പോൾ ഈ നാട്ടുകാരും ക്ലബിൻ്റെ ഭാരവാഹികളും ചേർന്നുകൊണ്ട് ഒരു തീരുമാനമെടുത്തു. നമ്മുടെ കുട്ടികൾക്ക് സൗജന്യമായിട്ട് കളിക്കുന്നതിനും സുരക്ഷിതമായി കളിക്കുന്നതിനും ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ടാണ് ഈ അതിമനോഹരമായ 10,000 സ്ക്വയർ ഫീറ്റുള്ള ഈ ടർഫ്, നാച്ചുറൽ ടർഫ് ഇവിടെ നിർമ്മിക്കാനായിട്ട് സാധിച്ചത്. ഗ്രൗണ്ട് എങ്ങനെയുണ്ട്? നല്ല ഗ്രൗണ്ട് ആണോ? പേരെന്താണ്? ജോൺഫി. ഇവിടെ അടുത്ത് താമസിക്കുന്നതാണോ? ആണോ? എങ്ങനെ ഇവിടെ വന്ന് കളിക്കുന്നതിന് പൈസ വല്ലതും കൊടുക്കണ്ടോ? ഇല്ല. ഇവര് ചെയ്തു തന്നാണോ? ഏത് ക്ലബ്ബാണെന്ന് അറിയോ? CSC ക്ലബ്ബ്. എങ്ങനെയുണ്ട് CSC ക്ലബ്ബ് നിങ്ങളുടെ? നല്ലതാണ്. നിങ്ങൾക്ക് വേണ്ടിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാറുണ്ടോ? ചെയ്തു തരാറുണ്ടല്ലേ? എൻ്റെ പേര് ജോജോ കണ്ണേമ്പള്ളി. ഞാൻ CSC ക്ലബിൻ്റെ പ്രസിഡൻ്റാണ്. നമ്മൾ ഇവിടെ ഈ ഒരു സംരംഭം ഇവിടെ തുടങ്ങാൻ കാരണം ഈ കുട്ടികളുടെ സന്തോഷം തന്നെയാണ്, ഞങ്ങൾക്ക് കാണാൻ വേണ്ടി തന്നെയാണ്. നമ്മൾ ഈ പ്രസ്ഥാനം ഇവിടെ തുടങ്ങുമ്പോൾ ഈ കുട്ടികൾ ഇപ്പോൾ കളിക്കുന്നത് ഇതുപോലത്തെ ഒരു ടർഫിലാണ്. ഇതുപോലത്തെ ഒരു ടർഫ് കളിക്കണമെന്നുണ്ടെങ്കിൽ, കുട്ടികൾക്ക് പോയി കളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് വേണം പോയി കളിക്കാനായിട്ട്. അത് ഒഴിവാക്കാനും പിന്നെ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലെ കളിച്ച് വളർന്ന ഒരു ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളും വളരണം, കളിക്കണം എന്നുള്ള ഒരു ചിന്ത എപ്പോഴും ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ചിന്തകൾ നമ്മളെ പങ്കുവെച്ച് കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ ക്ലബ് അംഗം കൂടിയായ ശ്രീ സോജൻ അഗസ്റ്റിൻ നമ്മളോട് നിങ്ങൾക്ക് സോജൻ വാങ്ങിച്ചൊരു സ്ഥലമാണ്, ഒരു 37 സെൻറ്റ് സ്ഥലമുണ്ട്. സോജൻ പറഞ്ഞ് നിങ്ങൾ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് തന്നാണ്. ലീസായിട്ട് തന്നെ പറഞ്ഞു, എമൗണ്ട് ഒന്നും വാങ്ങിച്ചില്ല. നമ്മളത് ഇതുപോലത്തെ ഒരു ടർഫ് എന്നുള്ള ഒരു കൺസെപ്റ്റിലോട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്തത്.
അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു തുക നമ്മൾ ഫ്ലഡ് ലൈറ്റ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു തുക ഇതിൻ്റെ മെയിൻ്റനൻസിനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിക്കുന്നുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരു 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. നാട്ടുകാരുടെ പൂർണ്ണ സപ്പോർട്ടോടുകൂടിയാണ് ഇത് പണിതിരിക്കുന്നത്. നമ്മൾ ആദ്യം ഒരു കൂപ്പൺ ഇറക്കിയായിരുന്നു, അതിൽ നിന്നൊരു തുക സമാഹരിച്ചു. പിന്നെ നമ്മളെ ക്ലബ്ബ് അംഗങ്ങൾ അവരുടെ സ്വർണ്ണങ്ങൾ പണയം വെച്ചു. ഓരോ ആൾക്കാർ 10,000 രൂപ, 5,000 രൂപ, അങ്ങനെ ഓരോ ആൾക്കാരും ക്യാഷ് അങ്ങനെ സമാഹരിച്ച് തന്നെയാണ് ഇത് പണിത്. അപ്പോൾ അവർക്കൊക്കെ ഒരു 6 മാസം കൊണ്ട് ഞങ്ങൾ തിരിച്ചു കൊടുത്തേക്കാം എന്നുള്ളൊരു വാഗ്ദാനവും ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. മറ്റൊരു പ്രത്യേകത നിങ്ങളെ നാച്ചുറൽ ടർഫാണ്. സാധാരണ മറ്റുള്ള ടർഫുകളിൽ കളിക്കുമ്പോൾ അത് കോൺക്രീറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ പ്ലാസ്റ്റിക് കോട്ടിങ്, അതായത് പ്ലാസ്റ്റിക് പുല്ല് എന്ന് തന്നെ പറയാം, അത് വിരിച്ചുകൊണ്ടുള്ളതാണ്. നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള ഗ്രാസ് ആണ്. ഇതിൽ കളിക്കുമ്പോൾ തീർച്ചയായും ആരോഗ്യത്തിന് ക്ഷതമേൽക്കാത്ത ഒരു സംവിധാനം, ഒരു ഇതാണ് നിങ്ങളോട് ഒരുക്കിയിട്ടുള്ളത്. അതെ, അപ്പോൾ അതിന് ഒരുപാട് കഷ്ടപ്പാട്, ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടാവണമല്ലോ. ഇത്രയും പുല്ല് ഇവിടെ പിടിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് പറയുന്നു? നമ്മൾ ഈ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടിട്ട് പുല്ല് നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്തത്. നമ്മളുടെ പറമ്പിൽ കാണുന്ന ഞങ്ങളുടെ പഴയ ഗ്രൗണ്ടിലുണ്ടായിരുന്ന കറുകപ്പുല്ല് അതേപോലെ ഞങ്ങളിത് നട്ടുപിടിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പം അത് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് സ്പ്രിങ്ക്ലറും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. എടാ എങ്ങനെയുണ്ടാ ഗ്രൗണ്ട്? എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? കളിക്കുന്നുണ്ടോ? എങ്ങനെയുണ്ട്? കളിക്കാൻ പറ്റുന്നുണ്ടോ? ഗ്രൗണ്ട് ഇഷ്ടമായാ? ഇതിന്റെ ഈ ഇത്രയും വലിയ തുക സമാഹരിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾക്ക് അസാധ്യമായ കാര്യമാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ജോജോയും ജോസും അതുപോലെ തന്നെ സേവറും ഒക്കെ ഇതിന്റെ നേതൃത്വത്തിലേക്ക് വന്നപ്പോൾ അവർ ചെയ്തത് ആഴ്ചയിൽ 500 രൂപ, ആഴ്ചയിൽ 200 രൂപയൊക്കെയുള്ള കുറികളൊക്കെ തുടങ്ങിയതിന് ശേഷം അതിൽ നിന്നുള്ള ആ ബാലൻസ്, അതിൽ നിന്നുള്ള ലാഭവിഹിതം വർഷങ്ങളായിട്ട് മാറ്റിവെച്ചിട്ടാണ് ഈ പദ്ധതിയിലേക്ക് അവർ ആ സാമ്പത്തികം എത്തിച്ചേർന്നത്. അവസാനമായപ്പോൾ അതിന് പൈസ ഇല്ലാതെ വന്നപ്പോൾ, തികയാതെ വന്നപ്പോൾ, ഇതിനിടയ്ക്ക് അവരൊരു കൂപ്പണുകളിൽ നിന്ന് തന്നെ ഒരു 3-4 ലക്ഷം രൂപ അവർക്ക് സമാഹരിക്കാനായിട്ട്. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇതൊന്നും എങ്ങുമെങ്ങും എത്താത്ത ഒരവസ്ഥ വിശേഷത്തിൽ എത്തിയപ്പോഴാണ് അവരുടെ സ്വന്തം ഭാര്യമാരുടെ സ്വർണം പോലും പണയം വെച്ചിട്ടാണ് ഇത് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചത്. എന്തായാലും ഈ ഗ്രൂപ്പിൻ്റെ ആത്മാർത്ഥതയെ നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റും. കാരണം അത്രയേറെ ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് ഇവർ പോകുന്നത്. നമുക്കറിയാം, ഈ ഇന്ദിരാനഗറിൽ ഒരു ഏക്കർ 35 സെൻറ്റ് സ്ഥലം സർക്കാർ തരിച്ച് കിടക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ മുനിസിപ്പാലിറ്റിയുടെയൊക്കെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് 3 കോടിയിൽ പരം രൂപ വെറുതെ ലാപ്സായി പോയിട്ടുണ്ട്. ഈ സ്ഥലം ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് മുനിസിപ്പാലിറ്റിക്ക് വേണമെങ്കിൽ അത് എടുക്കാം. സർക്കാരിൽ നിന്ന് ആ സാധനം എടുത്തതിന് ശേഷം ഒരു സ്പോർട്സ് കോംപ്ലക്സും അതുപോലെ തന്നെ സാംസ്കാരിക നിലയവും ഒക്കെ ആയിട്ട് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയുടെ അതൊരു വലിയൊരു അസറ്റായിട്ട് മാറ്റാനായിട്ട് സാധിക്കും. പക്ഷെ അതൊക്കെ ആ ഇച്ഛാശക്തിയുള്ള ഒരു നേതൃത്വത്തിന് ബോധ്യപ്പെടട്ടെ എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വളരെ സന്തോഷമുണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ നമ്മുടെ ഒരു പ്രയാസം അതായിരുന്നു. കാരണം നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ നമ്മൾ കളിച്ചു വളർന്നു, നീന്തൽ പഠിച്ചു. അത് പൈസ കൊടുക്കാതെ തന്നെ നമ്മുടെ സമീപത്ത് തന്നെ തോടുകൾ ഉണ്ടായിരുന്നു, നീന്താനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു, കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. എത്രയോ ക്ലബ്ബുകൾ ഇവിടെ ഉണ്ടായിരുന്നു അറിയാമോ? പുലരി, അമ്പാടി, ഉപാസന, ഫ്രണ്ട്സ്, റോയല്, ഡോൾഫിൻ, ചിയേഴ്സ്, യുവതാര, ഗ്ലാമർടോൺ, ഈ നിസാര ഈ ചുറ്റുവട്ടത്തുള്ള ക്ലബ്ബുകളുടെ പേരാണ് ഈ പറഞ്ഞത്. ഇപ്പൊ ആ ക്ലബ്ബുകൾ ഒന്നുമില്ല. നിലവിലുള്ള ക്ലബ്ബുകൾ എന്ന് പറഞ്ഞാൽ അമ്പാടി, പുലരി, CSC, ഈ 3 ക്ലബ്ബുകൾക്കും ഓഫീസ് ഉള്ളത് കൊണ്ടിട്ടാണ് അതിങ്ങനെ നിലനിന്ന് പോകുന്നത്. അല്ലാതെ കളിക്കാനായിട്ട് സ്ഥലമില്ല. അപ്പൊ ആ ഒരു വല്ലാത്തൊരു പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മക്കൾക്കൊക്കെ നമ്മള് അനുഭവിച്ച സൗഭാഗ്യം. ഇതെന്റെ ഇളയ മകളാണ്. ആണോ? കൊള്ളാം. ഇവിടെ കുറെ മോന്റെ കൂട്ടുകാരൊക്കെ കളിക്കുന്നുണ്ടല്ലോ. കളിക്കാൻ വന്നാണോ? ആണല്ലേ? കൊള്ളാം. എങ്ങനെയുണ്ട് ഗ്രൗണ്ട് മോനെ? ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഏതായാലും നിങ്ങൾ ഇവിടെ നല്ലൊരു ടർഫ് ഉണ്ടാക്കി മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ? ഇനി നമുക്ക് ഇവിടുന്ന് ഇപ്പൊ നമുക്ക് ഇവിടെ കളിക്കുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം, നല്ല
കളിക്കാൻ അറിയാവുന്ന നല്ല പ്രതിഭയുള്ള പിള്ളേരുണ്ട്. അപ്പോൾ അവരെ വെച്ചിട്ട് നമുക്ക് ഒരു അക്കാഡമി സ്ഥാപിക്കുകയും ഇവിടെ നിന്ന് നല്ലൊരു ടീം ഉണ്ടാകുകയും ഇവിടെ നിന്ന് നല്ല ക്ലാസ് കളിക്കാർ, നല്ല ഇപ്പൊ ബ്ലാസ്റ്റേഴ്സിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ മത്സരിക്കാൻ പറ്റിയ കളിക്കാരെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ഏതാണ്ട് 12 ലക്ഷത്തോളം രൂപ ഇതിന് ചെലവ് വന്നിട്ടുണ്ട്. ഏതാണ്ട് 5.5 ലക്ഷത്തോളം രൂപ ഈ ക്ലബിന് ഇപ്പോൾ ബാധ്യതയുമുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ട് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് സഹായമുണ്ടാകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. നമുക്കറിയാം എല്ലായിടത്തും കൂണുപോലെ ടർഫുകൾ മുളച്ചു വരുന്നു. അതെല്ലാം കോൺക്രീറ്റിന് പ്രതലത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ പുല്ലുകൾ വിരിച്ചിട്ടുള്ള സംവിധാനത്തിലാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇവിടെ തീർത്തും വ്യത്യസ്തമായിട്ട് ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ തന്നെ കുട്ടികൾക്ക് കളിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ ടർഫ് നാച്ചുറലായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത്. ഈ ടർഫിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് പകൽ വെളിച്ചത്തിൽ ഇവിടുത്തെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ട് തന്നെ ഈ ടർഫ് ഉപയോഗിക്കാം. ഇപ്പം എൻ്റെ പിന്നിൽ കാണുന്ന ചെറിയ കുട്ടികൾ, ആ ചെറിയ കുട്ടികൾ വരെയും ഇതിൻ്റെ ഉള്ളിൽ പന്ത് തട്ടി കളിക്കുന്ന ഒരവസ്ഥാവിശേഷം. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ തന്നെ എല്ലാവർക്കും വന്ന് കളിക്കാനുള്ള ഒരു സൗകര്യം 18 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് തീർത്തും സൗജന്യമായിട്ടും, അല്ലാതെ ഉള്ള ആളുകൾക്ക് ഫ്ലഡ് ലൈറ്റിൽ രാത്രി 6:30 മണിക്ക് ശേഷം ഇത് പെയ്ഡായിട്ടാണ് കൊടുക്കുന്നത്. വളരെ ചെറിയ ചാർജാണ് ചെയ്യുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഇതിൻ്റെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 5.5 ലക്ഷം രൂപ ഇതിന് കടമുള്ളതിൻ്റെ പേരിൽ അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും കൂടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ ക്ലബിൻ്റെ മറ്റൊരു ലക്ഷ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഒരു ഫുട്ബോൾ അക്കാഡമി ആയിട്ട് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ഉദ്ദേശം ഈ ക്ലബിലെ ഭാരവാഹികൾക്കുണ്ട്. ഞാനിവിടുത്തെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള സഹായങ്ങളും ഈ ക്ലബിന് ചെയ്തു തരുന്നുണ്ട്. മുനിസിപ്പൽ അധികൃതരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും MLAയും MP ഒക്കെ അവരുടെ ഫണ്ടുകളൊക്കെ പിൽക്കാലത്ത് ഞങ്ങൾക്ക് നൽകുമെന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയെ പോലെയുള്ള ഒരു പ്രദേശത്ത് ധാരാളം ഫണ്ടുകൾ ഇത്തരം കാര്യങ്ങളിൽ ലാപ്സായി പോകുന്നത് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൊക്കെ നമ്മൾ പത്രദ്വാരയൊക്കെ നമ്മൾ അറിയുന്നു. അപ്പം അത്തരം ഫണ്ടുകളൊക്കെ വഴി തിരിച്ചുവിട്ടാൽ ഞങ്ങൾക്കത് വളരെ ഗുണകരമാകും. എന്തായാലും നന്മ 24 ഞങ്ങളെ പരിഗണിച്ചതിലും നന്മ 24ൻ്റെ പ്രവർത്തനങ്ങൾ തൃക്കാക്കര മേഖലയിൽ മുഴുവൻ വ്യാപിച്ചുകൊണ്ട് ഒരു ചെറിയ പരിപാടിയാണെങ്കിൽ പോലും അത് ഒപ്പിയെടുത്ത് തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ആസ്വാദ്യകരമായിട്ട് രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നന്മ 24 ചെയ്യുന്ന സേവനങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നന്ദി, നമസ്കാരം. ഇത് മറ്റുള്ളവർക്കും കൂടി ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24.